ഇന്നത്തെ വീഡിയോ ഒരു ഗെറ്റ് ടുഗദർ ആണ്. രാവിലെ തന്നെ ഞാൻ 7 മണിയായപ്പോൾ ലെസിനയുടെ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവൾ ചെന്നപ്പോഴേ എനിക്കൊരു ചായയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ എന്തോ തമാശ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. ചേട്ടന് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ചേട്ടൻ പറഞ്ഞ ചിക്കൻ എന്നാ വൃത്തിയാക്കി വെക്കാമെന്ന്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരിയും ചപ്പാത്തിയും വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഗ്രീൻ പീസ് കറി അവൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി. പിന്നെ ഏത്തയ്ക്ക പുഴുങ്ങിയതും ഉണ്ടായിരുന്നു. അത് കഴിച്ചിട്ട് ചോറ് പുറത്തിട്ട് വെക്കാമെന്ന് വെച്ചിട്ട്, അപ്പോൾ എനിക്ക് രാവിലെ തന്നെ ചീനി പൊടിക്കാനുള്ളത്, ചീനി ഞാൻ എല്ലാം അരിഞ്ഞ് കൊടുത്ത് കുറച്ച് പച്ചക്കറി എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഓരോരുത്തരായിട്ട് എത്താൻ തുടങ്ങി. ലവ്ലി ചേച്ചിയും ബിജി ചേച്ചിയും ലക്ഷ്മി ചേച്ചിയും എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും സ്വന്തമായിട്ട് എല്ലാം ചെയ്ത് നമുക്ക് കഴിക്കാമെന്നുള്ള ഇതിലായിരുന്നു. അതിന് ചേച്ചി വീട്ടിൽ നിന്ന് കത്തിയൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. ഞാൻ കത്തിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്നായി പറയുന്നത്. നമ്മൾ പുറത്തുനിന്ന് ഫുഡൊന്നും വാങ്ങിയില്ല. പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ചെയ്ത് കഴിക്കാം എന്നുള്ള ഇതിലായിരുന്നു. ലെസിനയുടെ വീട്ടിലാണ് നമ്മൾ കൂടിയത്. അപ്പോഴത്തേക്ക് ഓരോരുത്തരായിട്ട് എത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ മഞ്ജുഷ ചേച്ചി ചക്കയൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. ചേച്ചി പറഞ്ഞു ചക്കയും നമുക്ക് വേവിക്കാമെന്ന്. പക്ഷെ ചക്ക വേവിക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല കേട്ടോ. സീമ ചേച്ചി, ലവ്ലി ചേച്ചി, ജിഷ, ലക്ഷ്മി എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും എത്തിയപ്പോൾ തന്നെ അവിടെ ഒരു ബഹളമായിരുന്നു. ലവ്ലി ചേച്ചി എത്തിയപ്പോഴേ ചിക്കൻ കറി വെക്കാനായിട്ട് പുറത്തോട്ട് അങ്ങ് പോയി. അകത്ത് ദേ പായസം വെക്കുന്നതിൻ്റെ ബഹളമാണ്. പാലട പായസമാണ് അകത്ത് വെക്കുന്നത്. എല്ലാവരും വന്നിട്ട് അകത്ത് ഓരോന്നോരും ചെയ്യുന്നതിൻ്റെ പണിയിലാണ്. അപ്പോഴാണ് ചിക്കന് ഇഞ്ചി വെളുത്തുള്ളി ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം പിന്നെ അത് അരിഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞു. ഇതിനിടയ്ക്ക് ലവ്ലി ചേച്ചി മീൻകറി വെക്കാൻ വരുന്നുണ്ട്. പുറത്ത് ചീനിക്കെല്ലാം വെള്ളമൊക്കെ വെച്ചിട്ട് അവിടെ സീമ ചേച്ചി ഏൽപ്പിച്ചിട്ട് ലവ്ലി ചേച്ചി അകത്ത് വന്നു. ചേച്ചിയാണ് ചിക്കനും ബീഫും മീൻകറിയും വെച്ചതിൽ നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് എടുത്തു പറയണം, ചേച്ചി നന്നായിട്ട് കുക്ക് ചെയ്യും. ചേച്ചി അത് ആരും ചെയ്യേണ്ട, അത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. മഞ്ജുഷ ചേച്ചി വന്ന് ഇടയ്ക്കെല്ലാം പാകമായോന്ന് ഒന്ന് നോക്കിയിട്ട് പോകും. അതെ, ചീനിയൊക്കെ റെഡിയായി. ചീനിക്കകത്തത് അരപ്പൊക്കെ ഇട്ട് എല്ലാം ചേച്ചി അതെല്ലാം കുഴച്ച് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വീട് അടുത്ത് തന്നെയായിരുന്നു. മോളെ പോയി ഞാൻ കൂട്ടിക്കൊണ്ട് വന്നു. മോളെ രാവിലെ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. മോള് ദേ ഇവിടെ ഇരിക്കുന്നു, ജിഷയുടെ മോള്. അന്നേരം പറഞ്ഞത് ബീഫിന് വെച്ചിട്ടുണ്ട്, സവാളയും കൊച്ചുള്ളിയും വെച്ചിട്ടുണ്ട്, അതൊന്ന് വഴറ്റിയേക്കാൻ പറഞ്ഞു. ചേച്ചി വന്ന് ബാക്കിയെല്ലാം നോക്കിക്കോളാന്ന് പറഞ്ഞു. അപ്പം ഞാനതെല്ലാം വഴറ്റിക്കൊണ്ടിരിക്കുവാണ്. അപ്പം പരിപ്പ് വെച്ചിട്ടില്ല. എങ്കിൽ ജിഷ പറഞ്ഞ എങ്കിൽ ഞാൻ അങ്ങനെ പരിപ്പ് കറി വെക്കാമെന്നും പറഞ്ഞു. അവള് പരിപ്പ് കറി വെക്കും. എല്ലാം വെച്ച് ഉച്ചയായപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ ചേർന്ന് ചെയ്തതായതുകൊണ്ട് വേഗം എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. എല്ലാം വിളമ്പാറായപ്പോഴത്തേക്ക് എൻ്റെ ഡ്രസ്സ് അഴുക്കാകുമെന്ന് പറഞ്ഞ് ബിജി ചേച്ചി അവിടെ ലെസീനയുടെ നൈറ്റ് ഡ്രസ്സ് എടുത്തതിന് അത് കണ്ടിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ചിരിക്കുക. വേഗം ഫുഡെല്ലാം റെഡിയായി. നമ്മളെല്ലാം വിളമ്പാൻ്റെ രീതിയിലെല്ലാം ആക്കിയിട്ട് ചേട്ടന്മാര് എല്ലാം ഇലയൊക്കെ ഇട്ട് കറികൾ ഓരോന്നായിട്ട് വിളമ്പാൻ തുടങ്ങി. മക്കളുമാരെ ഇരുത്താമെന്ന് വിചാരിച്ച ആദ്യം തന്നെ അവർ കഴിച്ചിട്ട് നമ്മൾ കഴിക്കാന്നുള്ളു. പിന്നെ ഒരു സീറ്റ് ഉള്ളത് കൊണ്ട് എല്ലാവരും ആരെങ്കിലും ഇരിക്കാൻ പറഞ്ഞപ്പോൾ ആർക്കും എല്ലാവരും പിന്നെ ഇരിക്കാന്നുള്ളു. പിന്നെ ഞാനങ്ങ് അവരുടെ കൂടെ ഇരുന്ന് ഞാൻ കഴിച്ച് മനസ്സും വയറും എല്ലാം നിറഞ്ഞ് നന്നായിട്ട് ആസ്വദിച്ച് കഴിച്ച്. പായസം ഉണ്ടായിരുന്നു. പായസം ഞാൻ ഇലയിൽ വേണ്ടാന്ന് പറഞ്ഞു, എനിക്ക് പാത്രത്തിൽ മതി എന്ന് പറഞ്ഞ് ഞാനൊരു ബൗളിൽ പായസവും കുടിച്ച്. അത് കഴിഞ്ഞപ്പം ബിജി ചേച്ചിക്ക് എണ്ണിക്കാൻ വയ്യ. സദ്യ കഴിച്ച് കഴിഞ്ഞപ്പോൾ എണ്ണിക്കാൻ വയ്യ. പിന്നെ ചേച്ചിയെ പിടിച്ച് വലിച്ച് എണ്ണീപ്പിക്കാൻ നോക്കുന്നതായി കാണുന്നത്. ചേച്ചി പറഞ്ഞു വാ എണ്ണീപ്പിക്കാന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ലെസിയും ചേട്ടനും അവരുടെ നെയ്ബർ വന്നിട്ടുണ്ടായിരുന്നു. അവർ ഫാമിലി ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാം അവർക്കെല്ലാം വിളമ്പിയെല്ലാം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും കുറച്ച് റെസ്റ്റ് എടുക്കാൻ തുടങ്ങി. ഇത് എന്തിൻ്റെ ഗെറ്റ് ടുഗദറാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ ബ്യൂട്ടീഷ്യൻസ് എല്ലാവരും കൂടി ഞങ്ങൾ 10 പേരുണ്ട്. ഞങ്ങൾ 10 പേര് പലയിടത്തുനിന്ന് ഞങ്ങൾ ഒരുമിച്ച് കൂട്ടായ ആൾക്കാരാണ്. ഞങ്ങൾ ഓരോ ക്ലാസ്സിനും ഓരോന്നിനും ഒക്കെ പോയി കണ്ടുമുട്ടിയതാണ്. അങ്ങനെ ഞങ്ങൾ 10 പേര് ഇപ്പം നല്ല ഫ്രണ്ട്സാണ്. ആ 10 പേര് പല ഏജിലുള്ളവരാണ് എങ്കിലും പക്ഷെ ഞങ്ങളെല്ലാം ഒരേ മനസ്സോടെ എല്ലാവർക്കും ഒരേ ഇത് തോന്നുന്നത്. ഞങ്ങൾ 10 പേര് എങ്ങനെ ചേർന്നെന്ന് അറിയത്തില്ല. ഞങ്ങൾ 10 പേര് ചേരുമ്പോൾ ഞങ്ങൾക്കൊരു പ്രത്യേക ഒരു സന്തോഷമൊക്കെയാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഗെറ്റ് ടുഗദറിൽ നമ്മളിങ്ങനെ കൂടാമെന്നൊരു ആലോചന വന്നത്.
അങ്ങനെ ലെസിയുടെ വീട്ടിൽ നമുക്ക് ഒത്തുകൂടാൻ പറ്റി. എല്ലാവരും ഭക്ഷണം കഴിച്ചതിൻ്റെ ഇതിൽ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ നന്നായിട്ട് പാടും, എങ്കിൽ പിന്നെ പാട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് പാട്ട് തുടങ്ങി. നന്നായിട്ട് പാടുന്നുണ്ട്. എല്ലാവരും വീഡിയോ എടുക്കുന്നതിൻ്റെയൊക്കെ എല്ലാവരും പാട്ട് ആസ്വദിച്ചിരുന്നു. പാട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഡാൻസായി. ഒരാൾ ഡാൻസ് കളിക്കാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് ഓരോരുത്തരായിട്ട് പിന്നെ ഡാൻസ് കളിക്കാനായിട്ട് ഇറങ്ങി തുടങ്ങി. അങ്ങനെ കലാശക്കൊട്ട് പോലെ എല്ലാവരും ഡാൻസ് കളിച്ച് ഞങ്ങളുടെ ഇന്നത്തെ ദിവസം സന്തോഷമാക്കി. എല്ലാവരും ചേർന്ന് ഫോട്ടോയും വീഡിയോയും ഒക്കെ എല്ലാം എടുത്ത് ഇനിയും നമുക്ക് ഒരുമിച്ച് ഒത്തുകൂടാം എന്നുള്ള കാണാമെന്ന സന്തോഷത്തോടെ ഞങ്ങളെല്ലാവരും മടങ്ങി. എല്ലാവരും സന്തോഷത്തോടാണ് മടങ്ങിയത്. മോളും ശാലു ഒരു പാട്ട് പാടുന്നു, ഞങ്ങൾ പാടിയായിരുന്നു. അവരെല്ലാവരും ഒരു പാട്ട് പാടുന്നു പറഞ്ഞപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഒരു പാട്ട് പാടി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.